സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നബി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന 5 കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന. ഒരുപക്ഷെ ആ ഒരു ചെറിയ 2-3 സെന്റൻസുകൾ ദുആ ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇനി വേറെ ഒരു കാര്യം ചോദിക്കാനില്ലാത്ത വിധേന എല്ലാം ഉൾക്കൊള്ളിച്ച ചില പ്രയോഗങ്ങൾ. ഹദീസ് വായിക്കുന്നതിന് മുമ്പ് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, പ്രാർത്ഥനയുടെ അധികാരങ്ങളുടെ പുസ്തകങ്ങൾ മേടിച്ച് നിത്യജീവിതത്തിലെ പ്രസക്തമായ പ്രാർത്ഥനകൾ പഠിക്കാൻ നമ്മൾ സന്നദ്ധരാണ്. നമ്മുടെ വീട് ദുആയുള്ള വീടാണ്. കബറിടങ്ങൾ പോലെ നിങ്ങളുടെ വീടുകളെ ആക്കിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഖറുകളും സ്വലാത്തുകളും ഔറാദുകളും ഒക്കെ പാലിക്കുന്ന അവസ്ഥകൾ വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും വേണം. റസൂലുള്ളാഹി അലൈഹി വസല്ലം പ്രാർത്ഥന തുടങ്ങുന്നത് അല്ലാഹുമ്മ, അല്ലാഹുവേ. സകല പ്രാർത്ഥനകൾ അമ്പിയാക്കന്മാർ പ്രാർത്ഥിച്ചതായി പഠിപ്പിച്ചതെല്ലാം അല്ലാഹുവിനോടാണ്. ഒരു നബിയോടും ഔലിയോടും പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന. അല്ലാഹുമ്മ, അല്ലാഹുവേ, അസ്ലിഹ് ലീ ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി. അല്ലാഹുവേ, എന്റെ ദീൻ എനിക്ക് നന്നാക്കി തരണം. കാരണം എന്റെ എല്ലാ കാര്യത്തിന്റെയും സുരക്ഷിതത്വം ദീനാണ്. ദീനില്ലാതെ ജീവിതമില്ല. ദീൻ ഒഴിവാക്കിയവൻ നഷ്ടത്തിലാണ്, പരാജയത്തിലാണ്. എല്ലാത്തിന്റെയും അടിത്തറ ദീനാണ് റബ്ബേ. അതുകൊണ്ട് എന്റെ ദീനിനെ മുറുകെ പിടിച്ച് അതിന്റെ സംരക്ഷണമായി കൊണ്ട് എനിക്ക് നൽകി തരണം. എന്റെ ദീൻ എനിക്ക് നന്നാക്കി തരണേ എന്ന പ്രാർത്ഥന. അടുത്തത് അല്ലാഹുവേ, എന്റെ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നാക്കി തരണം. കാരണം ഞാൻ ജീവിക്കുന്നത് ഈ ദുനിയാവിലാണല്ലോ. ഇതിലെല്ലാം പറ്റും. എന്റെ വീട്, കുടുംബം, മക്കൾ, ജോലി, കച്ചവടം എല്ലാം എന്റെ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും നന്നാക്കി തരണം പടച്ചോനെ. ഞാൻ ജീവിക്കുന്നത് ഈ ദുനിയാവിലല്ലേ. എനിക്ക് നാളേക്കുള്ള വിജയത്തിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നീ നൽകണേ. എന്റെ പരലോകം എനിക്ക് നന്നാക്കി തരണേ. മൂന്നാമത്തെ കാര്യം, എന്റെ പരലോകം എനിക്ക് നന്നാക്കി തരണേ. കാരണം ഈ ചെറിയ ജീവിതം കഴിഞ്ഞ് ഞാൻ മടങ്ങി പോകാനുള്ളത് ആ പരലോകത്തേക്ക്. ചൂട് പിടിച്ച ഈ ദിനങ്ങൾ നമുക്ക് ഭയമുണ്ട്. ഉഷ്ണതരംഗം കൊണ്ട് നമ്മൾ പൊറുതിമുട്ടുന്നുണ്ട്. ദുനിയാവിന്റെ ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂട് തരുന്ന ഒരു പരലോകം വരെ. മരങ്ങളില്ലാത്ത, ചെടികളില്ലാത്ത, മലകളില്ലാത്ത ഒരു നിരന്ന പ്രദേശത്ത് കോടാനുകോടി മനുഷ്യരെ നിർത്തി ഒരു വിചാരണ വരാനിരിക്കുന്നു. 34 കോടി ദിയ കൊടുത്താൽ ജയിലിൽ നിന്ന് മോചിതനാകുന്ന ഒരു ദുനിയാവാണെങ്കിൽ 500 കോടി കൊടുത്താലും രക്ഷപ്പെടാത്ത ഒരു പരലോക കോടതി വരാനുണ്ട് എന്ന മനസ്സ് നമുക്കുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കും, അല്ലാഹുവേ, എന്റെ പരലോകം എനിക്ക് നന്നാക്കി തരണം. കാരണം ഞാൻ അങ്ങോട്ടേക്ക് മടങ്ങി പോകാനുള്ളവനാണ്. നാലാമത് ചോദിക്കുന്നത്, അല്ലാഹുവേ, എന്റെ ദുനിയാവിലെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഖൈർ അധികരിപ്പിച്ചു നൽകണേ. എനിക്കെല്ലാ ഖൈറുകളും അധികരിപ്പിച്ചു നൽകണേ, ബർക്കത്ത് അധികരിപ്പിച്ചു നൽകണേ. എല്ലാം ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ്. അഞ്ചാമത്തെ പ്രാർത്ഥനയുടെ ഭാഗത്ത് അവസാനം, എന്റെ മരണം എല്ലാ ശത്രുക്കളിൽ നിന്ന് മോചനം ലഭിക്കുന്ന മരണമാക്കി, റാഹത്തുള്ള മരണമാക്കി തരണം. ആത്മഹത്യാ മരണമല്ല, അപകട ദുരന്ത മരണങ്ങളല്ല, ഈമാനില്ലാത്ത മരണമല്ല. എല്ലാ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു നല്ല മരണം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ ചെറിയ വാചകങ്ങളിലൂടെ വലിയ ആശയങ്ങളെ നൽകുന്ന ഈ ദുആ നമ്മൾ പതിവാക്കാൻ വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കുക.